ഓം ശാന്തി. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മളറിയാതെ തന്നെ നമ്മൾ ബ്രെയിൻ വാഷായി പോവാറുണ്ട്. ഇന്നത്തെ മീഡിയയുടെ പ്രഭാവം അത്രയും കൂടുതലാണ്. നിങ്ങളൊരു പ്രോഗ്രാം ടി വിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഒരു അരമണിക്കൂർ പ്രോഗ്രാം ആണെങ്കിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം അതിൽ ഏഡനുള്ള സമയം ഉണ്ടാവും. സിമ്പിളായിട്ടുള്ള കാര്യം നോക്കിയാൽ ഒരേ പരസ്യം ഒരു 4-5 പ്രോഗ്രാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങിയത് ഒരു 12-15 തവണ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ചില ഏഡുകളാണെങ്കിൽ ഒരു ബ്രേക്കിൽ തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് കാണാം. ഈ കാണുന്നവർ പറയും കണ്ട് ബോറടിച്ചു എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം പൈസ ചെലവഴിച്ചുകൊണ്ട്? നിങ്ങൾക്കറിയോ, പലപ്പോഴും പല ടി വിയിലും മീഡിയയിലും ഒരു മിനിറ്റ് നേരത്തെ പരസ്യം കൊടുക്കാൻ പോലും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കമ്പനികളൊക്കെ ഇത്രയധികം ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇങ്ങനെ പരസ്യം കൊടുക്കുന്നതിൻ്റെ കാരണം? വാസ്തവത്തിൽ നിരന്തരമായിട്ടൊരു കാര്യം കാണുന്നതിലൂടെ അവർ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ഏതൊരു കാര്യമാണോ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുന്നത് ആ കാര്യം നമുക്ക് സത്യമെന്ന് തോന്നും. ഞാൻ പണ്ടത്തെ ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കഥ ഞാൻ വായിച്ചിട്ടുള്ളത് ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു ഗുഹയിലേക്ക് കയറി തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി. അവിടെ തന്നെ അവർ രാവും പകലും കഴിച്ചുകൊണ്ട് ആഹാരം ഉണ്ടാക്കിയും കഴിച്ചുമായിട്ട് അങ്ങനെ കഴിയുകയാണ്. ഒരു ദിവസം ഗുരു പറഞ്ഞു ശിഷ്യനോട്, നിൻ്റെ തലയിൽ 2 കൊമ്പ് മുളച്ച് കാണുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പം പറയും, ആ കൊമ്പ് കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ ഏതാണ്ട് മുകളിൽ മുട്ടാനായല്ലോ എന്നൊക്കെ ഗുരു പറയുമായിരുന്നു അത്രയും. ഒരു ദിവസം ഗുരു ആ ഗുഹയിലുള്ള തപസ് അവസാനിപ്പിച്ച് അവർ പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ശിഷ്യനോട് പറയും, നമുക്കിവിടെ അവസാനിപ്പിച്ച് പുറത്ത് കിടക്കാമെന്ന്. അങ്ങനെ ഗുരു ആ ഗുഹയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടന്നു. ശിഷ്യൻ പറയുകയാണ്, അയ്യോ എനിക്ക് കടക്കാനാവുന്നില്ല, എൻ്റെ കൊമ്പുകൾ മേലെ തടഞ്ഞിട്ട് വയ്യാന്ന്. കഥ ഒരു സാങ്കല്പിക കഥ മാത്രമാണ്. പക്ഷേ വാസ്തവത്തിൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലൊക്കെ തന്നെ പ്രാക്ടിക്കലാണെന്ന് മാത്രം. ഏത് സാധനമാണോ നിങ്ങൾ കഴിക്കേണ്ടത്, ഏത് രീതിയിലുള്ളതായിട്ടുള്ള വസ്ത്രവിധാനങ്ങളാണോ നമ്മൾ അണിയേണ്ടത്, ഏത് രീതിയിലാണോ അന്യോന്യം പെരുമാറേണ്ടത്, ഇതൊക്കെ ഇന്ന് നമ്മുടെ ലൈഫിൽ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതോ മൂലയ്ക്കിരുന്ന് ഡിസൈൻ ചെയ്യുന്ന കുറച്ച് ആളുകളുടെ സങ്കല്പധാരയ്ക്കനുസരിച്ചാണ് ഇന്ന് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് നിരന്തരമായിട്ട് ഇമോഷണലി ടച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് പലപ്പോഴും പല പരസ്യങ്ങളും വരാറുള്ളത്. അങ്ങനെ നിരന്തരമായിട്ട് ഏത് കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതറിയാതെ നമ്മൾ അതുപോലെ പ്രവർത്തിച്ചു പോകും. കാരണം നമ്മുടെ നിരന്തരം റിപ്പീറ്റേഷനിലൂടെ ബോധ മനസ്സും ഉപബോധ മനസ്സും അതിനെ സത്യമെന്ന് സ്വീകരിക്കാൻ തുടങ്ങും. ഏത് കാര്യം ഉപബോധ മനസ്സ് സത്യമെന്ന് സ്വീകരിച്ചിട്ടുണ്ടോ അതനുസരിച്ച് നിങ്ങൾ അറിയാതെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ബ്രെയിൻ വാഷിംഗ് നടക്കുന്നത്. നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കാര്യങ്ങളെ പല കുട്ടികളെയും ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാർ അവനൊരു ബുദ്ധുവ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ വലുതാകുമ്പോഴത്തേക്കും അങ്ങനെ ബുദ്ധുകളായിട്ട് മാറുന്നത് കാണാറുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് കുട്ടികളെ ചീത്ത പറയുന്ന സമയത്ത് ഒരിക്കലും മോശമായിരിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ ഉള്ളതായിട്ടുള്ള ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളോ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. കാരണം അറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കുന്ന വാക്കുകൾ പ്രോഗ്രാമിംഗ് ആയിക്കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് പോവുകയും ആ രീതിയിലുള്ളതായിരിക്കുന്ന വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഓർത്തു പോകും, ഇന്ദിരാഗാന്ധി ജനിച്ച സമയത്ത് മോത്തിലാൽ നെഹ്റുവിനോട് എനിക്കുണ്ടായത് ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാൻ വിഷമിച്ചിട്ട് അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു പോലും എനിക്കുണ്ടായതൊരു മോളല്ല മോനാണ് എന്ന്. അതുകൊണ്ട് ആ ഒരു സത്യത്തെ സഫലമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെപ്പോലെയല്ല ആൺകുട്ടിയെപ്പോലെ ഞാൻ എൻ്റെ മോളെ വളർത്തു എന്ന് പറയുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. ജീവിതത്തിൽ ഏത് കാര്യം നിരന്തരമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അത് നമ്മുടെ ബ്രെയിനിൽ വാഷിംഗ് നടക്കും, അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കും. ഇതാണ് വാസ്തവത്തിൽ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പലരും നിരന്തരമായി പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതാണ് സത്യം എന്ന് വിചാരിക്കുകയും നമ്മൾ അതായിത്തീരുകയും ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ഒരു 80% നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ വിദ്യ സ്വയം അവനവനെ എങ്ങനെ നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യണം എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ട കാര്യം നമുക്ക് എന്താവണം എന്നതായിരിക്കുന്ന ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടാവണം എന്നാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ലൈഫിൽ എവിടെയും എത്താറില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഇന്നതാവണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ മാത്രമാണ് അവിടേക്ക് എത്തിച്ചേരാറുള്ളൂ.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്നതായിരിക്കുന്ന ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അവരല്പം പോലും അതായിത്തീരാൻ അനുവദിക്കുന്നതായിരുന്നില്ല. പക്ഷെ നിരന്തരമായി എനിക്കതാവണം, ആവണം, എനിക്കങ്ങനെ വേണം വേണം എന്നവർ ചിന്തിച്ചപ്പോൾ അവരുടെ ഉപബോധ മനസ്സ് അതനുസരിച്ച് പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് സാഹചര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ഉള്ളതായിരിക്കുന്ന തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് ചാടാനുള്ള ശക്തി അവർക്ക് കൊടുക്കുകയും അവരവരുടെ ലൈഫിൽ അവിടെ എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ടെക്നിക്ക്, ഇത് തെറ്റ് നമുക്കും സ്വന്തമാക്കണം. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നതായിരിക്കുന്ന നിങ്ങളുടെ ഫീൽഡ് എന്തുമാവട്ടെ, ഒരു പക്ഷേ ബിസിനസ് ആവാം, അതല്ലെങ്കിൽ ടീച്ചിങ് ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാം, എൻജിനീയർ ആവാം, ഒരു വീടിനെ നന്നായി പരിപാലിക്കുന്ന ഒരു വീട്ടമ്മയായിരിക്കാം, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തലത്തിൽ എവിടെ നിങ്ങൾ നിൽക്കുന്നെങ്കിലും ആ തലത്തിൽ നിന്നുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ഐക്കൺ ഏതാണ്, അതുപോലെ എനിക്കാവണം എന്തായിരിക്കുന്ന ദൃഢനിശ്ചയം, അതുമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് ബ്രെയിൻ വാഷിന് കൊണ്ടുവരാനുള്ളതായിട്ട് ഊർജ്ജമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ കോടിക്കണക്കിന് ആളുകളുടെ കാൽപ്പാടുകൾ പതിയാതെ പോയതായിരിക്കുന്ന തലങ്ങളാവാതെ കാല് പതിപ്പിച്ചു പോയ ആളുകളെപ്പോലെ ഞാൻ ജീവിച്ചു എന്നുള്ളതിൻ്റെ അടയാളം ഈ ഭൂമിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താവണം എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. ആ എന്താവണം എന്നത് നിങ്ങൾ ക്ലിയറായിട്ട് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു മാസം എടുത്താലും നിരന്തരമായി ചിന്തിച്ച് ഓരോ കാര്യത്തിനെക്കുറിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു കർമ്മപഥത്തിൻ്റെ ആധാരത്തിൽ അതിൻ്റെ ഒരു ഉയർന്ന തലത്തിനെ മനസ്സിനുള്ളിൽ നമുക്ക് ആദ്യം പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രതിഷ്ഠിച്ച കാര്യത്തിന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അതിന് വേണ്ടതായിരിക്കുന്ന കാര്യം ചെയ്യേണ്ടത് എന്താണോ ആ കാര്യത്തിനെ നിരന്തരമായിട്ട് പറയുകയും നമ്മുടെ ബ്രെയിനിനെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നേക്കും. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ ഇമോഷണലി വൈകാരികമായിട്ട് അറ്റാച്ച് ചെയ്തു പോയതായിട്ടുള്ള കാര്യമായി തീരും. ഏത് കാര്യമാണോ മറക്കുന്നതും മറക്കാത്തതും നോക്കിക്കഴിഞ്ഞാൽ ഓറലി കേട്ട കാര്യം, കണ്ട കാര്യം എല്ലാം മറക്കിയിരിക്കും. ആ സമയത്ത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇമോഷണലായിട്ടൊരു ഫീലിംഗ് നമ്മളുള്ളിലേക്ക് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് മറക്കാൻ പറഞ്ഞാൽ പോലും മറക്കാൻ പ്രയാസമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഇമോഷണലി ഫീലിങ്ങോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതിന് നമുക്കറിയാതെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനും പറ്റിയാൽ റിപ്പീറ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ടെക്നിക്ക് മറ്റൊന്നുമല്ല ബ്രെയിൻ വാഷിന് റിപ്പീറ്റേഷൻ ഞാൻ വീണ്ടും പറയുകയാണ്. ഏത് കാര്യവും ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് നിരന്തരമായി എത്തുന്നത് അതിൻ്റെ റിപ്പീറ്റേഷനിലൂടെയാണ്. പല വാക്കുകളും നമ്മുടെ മലയാളത്തിലേക്ക് കടമെടുക്കപ്പെടുന്ന പല ഭാഷകളിൽ നിന്നും ആവർത്തിച്ച് ഉപയോഗിച്ചത് കൊണ്ടാണ്. ഇതേ രീതിയിൽ ഭാഷ, നമ്മുടെ സംസ്കാരം, ആഹാരം, വ്യവഹാരം, ആകത്തുക പേഴ്സണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നടന്ന നിരന്തരമായ ആവർത്തനം കൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണുന്നതായിട്ടുള്ള ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെ ബ്രെയിൻ വാഷ് നമുക്ക് ചെയ്യണമെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയിക്കോട്ടെ, എത്ര തന്നെ നെഗറ്റീവായിരിക്കുന്ന, ആൻറ്റി ആയിരിക്കുന്ന, നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ലക്ഷ്യം എന്നൊരു കാര്യം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിനൊരു ഗോൾ എനിക്കിന്നതാവണം എന്ന് നിങ്ങൾ ദൃഢമായിട്ടുള്ള വിശ്വസിക്കുന്നെങ്കിൽ, അതിനെ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടും കേട്ടും വീണ്ടും നമ്മൾ സ്വയം സെൽഫ് ടോക്കിലൂടെ അവനവനോട് തന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഞാനിതാണ്. അറിയാതെ നമ്മുടെ ബ്രെയിൻ അത് സ്വീകരിക്കും. യെസ്, ഞാനിതാണ്. ആ എനർജി നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് പ്ലാനിങ് ആയിട്ട് പോകും. ആ പ്ലാനിങ് ആയി പോകുന്ന കാര്യങ്ങളാണ് ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ പ്ലാനിങ് ആയി പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ആയിത്തീരുന്നത്, അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് ഒരാൾ നമ്മളോട് മോശമായി പെരുമാറി, മോശമായ ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അത് ആ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി, ഞാൻ അങ്ങനെ അനുഭവിച്ചു, ഞാൻ ഇങ്ങനെ അനുഭവിച്ചു, അവരെന്നോട് പറഞ്ഞു. ഇത് റിപ്പീറ്റ് ചെയ്യും തോറും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത്തരം സാഹചര്യങ്ങളിലേക്ക് വലിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം എന്ത് മോശമായതോ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെയാകും എന്നതായിരിക്കുന്ന ആ ഒരു ദൃഢമായ നിശ്ചയം ആവർത്തിച്ച് ഉറപ്പിക്കുക. റിപ്പീറ്റേഷൻ ക്രിയേറ്റ് ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വൈബ്രേഷനാണ് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം അവനവനെ യൂസ് ചെയ്യാൻ വേണ്ടി സ്വന്തം ബ്രെയിൻ വാഷിംഗ് നടത്തിക്കൊണ്ട് ആ ഒരു പോസിറ്റീവായിരിക്കുന്ന റിപ്പീറ്റേഷനിലൂടെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തികളെ ഉണർത്തിയെടുത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, അഥവാ നേടിയെടുക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ,
ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.